സ്റ്റാർട്ടപ്പ് മുന്നേറ്റത്തിലൂന്നി ഇടത് സർക്കാരിന്റെ വികസന നയങ്ങളെ പുകഴ്ത്തിയ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും എംപിയുമായ ശശി തരൂരിനെ ഒറ്റക്കെട്ടായി എതിർക്കുകയാണ് കോൺഗ്രസ്. ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്ന തലക്കെട്ടിൽ മുഖപത്രമായ വീക്ഷണത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ തരൂരിന്റെ പേര് പരാമർശിക്കാതെയാണ് രൂക്ഷ വിമർശനം. വികസനത്തിന്റെ പേരിൽ അനാവശ്യ ചർച്ചയുണ്ടാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF വിജയപ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്ന് മുഖപ്രസംഗം ഓർമ്മിപ്പിക്കുന്നു. വെളുപ്പാങ്കാലം മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കലമുടയ്ക്കുന്നത് പരിഹാസ്യമാണ്. UDF സർക്കാരുകളുടെ കാലത്തെ വ്യവസായ മന്ത്രിമാർക്കില്ലാത്ത എന്തുമിടുക്കാണ് ഇന്നത്തെ വ്യവസായ മന്ത്രിക്കുള്ളതെന്ന് ലേഖനം ചോദിക്കുന്നു. കോൺഗ്രസിന്റെ മുണ്ടിൽ പിടിച്ച് പിറകോട്ട് വലിക്കുന്നത് ആത്മഹത്യാപരമാണ്. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പ്രശംസിച്ചതിനും തരൂരിനെ കണക്കറ്റ് വിമർശിക്കുന്നുണ്ട്. മോദി ട്രംപിനെ ആശ്ലേഷിക്കുന്നതും കരാറുകളിൽ ഒപ്പുവയ്ക്കുന്നതും മഹത്തായ കാര്യമല്ല. രണ്ടു നേതാക്കളും പ്രതിച്ഛായയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നടക്കുമ്പോഴും ഇന്ത്യക്കാരെ ഭീകരന്മാരെ പോലെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തുകയാണെന്നും ലേഖനത്തിലുണ്ട്. ഇതിനിടെ തരൂരിനെതിരെയുള്ള നിലപാട് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രംഗത്ത് വന്നു. അത് അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് ഗവൺമെന്റ് അതിന്റെ തൂങ്ങാണ്. അപ്പോൾ സർക്കാരിനുള്ള മറുപടിയാണ്, സർക്കാർ പറഞ്ഞതിനുള്ള മറുപടിയാണ്. ശശി തരൂർ തിരുത്തണമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. അദ്ദേഹത്തിനു വേണ്ടി രാപ്പകൽ പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകർക്ക് ഒരു പഞ്ചായത്ത് അംഗമോ നഗരസഭയിലെ കൗൺസിലറോ ആവാനുള്ള അവസരം തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം ശശി തരൂരിനെ പോലുള്ളൊരു സീനിയർ നേതാവിൽ നിന്ന് ഉണ്ടാവരുത് എന്നാണ് പാർട്ടിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാം. തരൂരിനെതിരെ മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവരും എത്തി. എന്നാൽ ശശി തരൂരിന്റെ പ്രസ്താവനയിൽ ആഹ്ലാദത്തിലാണ് CPM. പ്രതികരണം വസ്തുതാപരമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടപ്പോൾ ലേഖനത്തിന്റെ ഉള്ളടക്കത്തെയല്ല, അത് എഴുതിയ ആളെയാണ് കോൺഗ്രസ് എതിർക്കുന്നതെന്ന് MV ഗോവിന്ദൻ. ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ആ വസ്തുതയെ മറച്ചുവെക്കാൻ അവർക്കാവുന്നില്ല. അപ്പോൾ ലേഖനത്തിലെ ഉള്ളടക്കത്തെയല്ല, അത് എഴുതിയ ആൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. തരൂരിന്റെ പ്രസ്താവനയിൽ ഹൈക്കമാൻഡിനും അതൃപ്തിയുണ്ട്. കേവലം ഒരു ലേഖനത്തിനപ്പുറം ശശി തരൂരിന് മറ്റ് ലക്ഷ്യങ്ങളുണ്ടോ എന്ന ചർച്ചകളും കോൺഗ്രസിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.